സ്ക്രീനിലായിന് കോർണറിന് എടുത്തിട്ട് ആകെ. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഓപ്പോയുടെ ഒരു അടിപൊളി ബഡ്ജറ്റ് 5G ഫോണാണുള്ളത്. 17,000 രൂപയുടെ താഴെ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. 17,000 രൂപയുടെ താഴെ ഒരുപാട് ബ്രാൻഡിൽ 5G ഫോണുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഇല്ലാത്ത കുറച്ച് പ്രത്യേകതകൾ ഈ ഒരു ഫോണിലുണ്ട്. അതെന്താ ഏതാണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കൂടി നോക്കാം. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡലാണ്. അപ്പോൾ ഇത് ഏതാ മോഡൽ എന്നുള്ളത് നിങ്ങളവിടെ കാണുന്നുണ്ടാവും. ഓപ്പോ A60 5G എന്ന മോഡലാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഒരുപാട് ക്യാമറ സാമ്പിൾസും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി പറയുന്നത്. അപ്പോൾ ഫോണിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് ഫോണിലേക്ക് വരാം. ഇപ്പോൾ ഫോണിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ സാധനം എടുത്തിട്ട് ഞാനിവിടെ പരത്തി വെച്ചിട്ടുണ്ട്. സിം എജക്റ്റിംഗ് ടൂള്, ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ, Type-C to USB കേബിൾ, ഫോണുണ്ട് ഇവിടെ, യൂസർ മാനുവൽ, പിന്നെ ഒരു TPU കേസ്. ഇത്രയും ഐറ്റംസ് ആണ് ബോക്സിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് ഫോൺ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഫോൺ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ്. കുറേ ക്രോസ് ലൈനൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. 2 കളറിലാണ് ഈ ഫോൺ വരുന്നത്. നമ്മളെ കയ്യിലുള്ള ഒസീൻ ബ്ലൂ, അതുപോലെ തന്നെ നെബുല റെഡ്. ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഒരു ഗ്ലോസി ഫിനിഷിലുള്ള പ്ലാസ്റ്റിക് ബോഡിയാണ്. അതുപോലെ ക്യാമറ ഇരിക്കുന്ന മൊഡ്യൂളും ഒരു ഗ്ലോസി ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ലിം ആയിട്ടുള്ള ഫോണാണ്. തിക്നെസ് വരുന്നത് 7.68 mm ആണ്. 187 ഗ്രാം ആണ് ഇതിൻ്റെ ഒരു ഭാരവും വരുന്നത്. കയ്യിൽ പിടിക്കുമ്പോൾ അത്ര ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഫോൺ വരുന്നത്. ഇപ്പോൾ ഫോണിൻ്റെ സൈഡ് ഭാഗം ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഈ ഫോൺ ടോട്ടലി ഒരു ഫുൾ പ്ലാസ്റ്റിക് ബോഡിയിലാണുള്ളത്. പിന്നെ ഫോണിൻ്റെ സൈഡിലായിട്ട് പവർ ബട്ടൺ, അതിൽ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ ഉള്ളത്. പിന്നെ വോളിയം വോക്കേഴ്സ് മുകളിലായിട്ടൊന്നും തന്നെ വരുന്നില്ല. സൈഡിലായിട്ടാണ് സിം ട്രേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തുറന്നു നോക്കാം നമുക്ക്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരേ സമയത്ത് 2 സിം കാർഡ് അല്ലെങ്കിൽ ഒരു സിം കാർഡും ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേ ആണ് വരുന്നത്. താഴെ ഭാഗത്തായിട്ട് സ്പീക്കർ ഗ്രില്ല്, Type-C ചാർജിംഗ് പോർട്ട്, മെയിൻ മൈക്ക്, 3.5 mm ഹെഡ്ഫോൺ ജാക്ക്. ഇനി ഫോണിൻ്റെ ഡിസ്പ്ലേ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. സൈഡിലും താഴെ ഭാഗത്തൊക്കെ ബസൽസ് വരുന്നുണ്ട്. പിന്നെ പഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.67 ഇഞ്ചിന്റെ HD+ IPS LCD 120 Hz റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് നമ്മൾ ഈ ഫോണിൽ വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നത്. പിന്നെ 1000 Hz ആണ് ഇതിന്റെ മാക്സിമം പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത്, സൺലൈറ്റുള്ള സമയത്തൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ 240 Hz ആണ് ഇതിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നത്. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ടച്ച് വർക്ക് ആവുന്നുണ്ട്. യൂട്യൂബിലൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് സൈഡ് വ്യൂവിലൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം യൂട്യൂബിൽ കാണാൻ പറ്റുന്ന ക്വാളിറ്റി 2K-ലാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഫോണിലൊന്നും കാണാത്ത നല്ലൊരു ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട് എന്ന്. IP54 സ്പ്ലാഷ് ടച്ചാണ് വരുന്നത്. അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസും ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യം തന്നെ, IP54 സ്പ്ലാഷ് ടച്ചും അതുപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസും നമ്മൾ ലാസ്റ്റ് റിവ്യൂ ചെയ്തിട്ടുള്ള ലോ ബഡ്ജറ്റ് ഫോണായ A3X എന്ന മോഡലിലും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഓപ്പോട് ഇപ്പോൾ ഇറങ്ങുന്ന അധിക ഫോണിലും ഈ ഒരു പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഒരു IP54 സ്പ്ലാഷ് ടച്ച് വരുന്നത് കൊണ്ട് തന്നെ അതിൽ വെള്ളം ആയാലും പോലും നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ടച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. യാതൊരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ കയ്യിൽ വെള്ളം ആയാലും പോലും നല്ല ഈസി ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ കൂടുതൽ ഉപകാരമാവുന്ന ഡെലിവറി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ മീനിനെ പിടിക്കാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഉപകാരമായിട്ടുള്ളൊരു ഫോണാണിത്. അതുപോലെ ഈ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസ് വരുന്നത് കൊണ്ട് തന്നെ താഴെ വീണാൽ ഫോൺ പൊട്ടുക അല്ലെങ്കിൽ സ്ക്രാച്ച് ആവുക ഒന്നും തന്നെ അല്ല. അത്രയും ടഫായിട്ടുള്ള ഒരു ഗ്ലാസും ബോഡിയാണ് ഈ ഫോൺ വരുന്നത് എന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ കുറേ ടൈം താഴെട്ട് നോക്കിയിട്ടൊന്നും യാതൊരു പ്രശ്നമൊന്നും കണ്ടിട്ടില്ല. സ്ക്രാച്ച് ആവുക അല്ലെങ്കിൽ സ്ക്രീൻ പൊട്ടുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള 10,000 രൂപ താഴെ വരുന്ന A3X എന്ന മോഡലും ഉണ്ട്. പിന്നെ ഈ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് റെസിസ്റ്റൻസിൻ്റെയും SGSൻ്റെയും സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു ഫോണും കൂടെയാണിത്. ഇനി ഫോണിൽ Android 14 കളർ OS 14 ആണുള്ളത്. മീഡിയാടെക്കിൻ്റെ Dimensity 6300 എന്നൊരു 5G ഒക്ടാ-കോർ പ്രോസസ്സറും ഈ ഫോണിലുണ്ട്. 2 വർഷത്തെ OS അപ്ഡേഷനും 2 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേഷനും കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ പ്രൈസിൽ 5G സ്റ്റാർട്ട് ചെയ്യുന്ന ഫോണുകളിലൊക്കെ തന്നെ കണ്ടുവരുന്നൊരു പ്രോസസ്സറാണ് Dimensity 6300 എന്നുള്ള ഒരു പ്രോസസ്സർ. അപ്പോൾ നമുക്കറിയാം അത്ര വലിയ ഹെവി പെർഫോമൻസ് തരുന്ന പ്രോസസ്സറൊന്നുമല്ല, ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള പ്രോസസ്സറാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കാൻ പറ്റിയ പ്രോസസ്സറാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് പറ്റിയ പ്രോസസ്സറൊന്നുമല്ല. എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള ഗെയിംസൊക്കെ ഇതിൽ കളിക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ആസ്പാറ്റ് 9 പോലുള്ള ഗെയിംസൊക്കെ കളിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഗ്രാഫിക്സ് ഒന്നും അത്ര പോരാ. പിന്നെ ഒരു വേരിയൻറ്റിലാണ് ഈ ഫോൺ കാണാൻ സാധിച്ചിട്ടുള്ളത്. നമ്മളെ കയ്യിലുള്ളതും അത് തന്നെയാണ്. 6GB RAM 128GB സ്റ്റോറേജ്. അപ്പോൾ ഈ 6GB RAM എന്നുള്ളത് നമുക്ക് 6GB കൂടെ എക്സ്പെൻഡബിൾ ആണ്. അങ്ങനെ 12GB ആയിട്ട് കിട്ടും. LPDDR4X ആണ് റാം വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെമ്മറി കാർഡ് എടുത്ത് എക്സ്പെൻഡ് ചെയ്യാൻ പറ്റും. 1TB വരെയാണ് മാക്സിമം ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഈ 6GB ആൻഡ് 128GBക്ക് UAE വരുന്ന പ്രൈസ് 659 dirhams ആണ്. ഇന്ത്യയിൽ നമ്മൾ ഇതിന് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 14,999 രൂപയാണ്. ഇനി ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്നോവേറ്റീവ് AI ക്യാമറ എന്ന് എഴുതിയിട്ടുണ്ട്.
അതുപോലെ 2 ക്യാമറ പോലെ തോന്നിക്കെങ്കിലും ഒരു ക്യാമറയും ഒരു സെൻസറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ ആണ് വരുന്നത്. അതുപോലെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ 5 മെഗാ പിക്സലിൻ്റെതാണ് ഉള്ളത്. ഇപ്പോൾ റിയർ ക്യാമറയിലും സെൽഫി ക്യാമറയിലും നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ റെസൊല്യൂഷൻ ഫുൾ HDയിൽ 30 and 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ സെൻസർ നമുക്ക് അത്ര ഉപകാരമാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ബദലായിട്ട് നമുക്ക് അൾട്രാ വൈഡ് ക്യാമറയോ അഡാപ്റ്റർ സെൻസറോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അപ്പോൾ ക്യാമറയിൽ വരുന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ പ്രോ മോഡ്, വീഡിയോയിൽ ഫിൽറ്റർ മോഡ് വരുന്നുണ്ട്, ബ്യൂട്ടി ഓപ്ഷൻ വരുന്നുണ്ട്, ഫോട്ടോയിലും അതേപോലെ തന്നെ ഫിൽറ്റർ മോഡ്, ബ്യൂട്ടി ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർട്രേറ്റ് ആകെ വർക്ക് ചെയ്യുന്നത് സെൽഫി ക്യാമറയിൽ മാത്രമാണ്, റിയർ ക്യാമറയിൽ വർക്ക് ആവില്ല. അതുപോലെ തന്നെ മോർ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നൈറ്റ് മോഡ്, ഐറിസ്, പനോരമ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഡുവൽ വീഡിയോ. ഈ ഡുവൽ വീഡിയോ കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്, നല്ല ഉപകാരമായിട്ടുള്ള ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഇത്രയും ഓപ്ഷനെ കിട്ടുന്നുള്ളൂ. മാക്രോ ഫോട്ടോസ് ഒന്നും എടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പോർട്രേറ്റ് ഓപ്ഷൻസും റിയർ ക്യാമറയിൽ കിട്ടുന്നില്ല. ലാസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ള A3Xലും ഇതേ ഓപ്ഷനൊക്കെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതൊക്കെ തന്നെ അതിലും കൊടുത്തത്, പക്ഷേ മെഗാ പിക്സലിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റിയർ ക്യാമറയിലും സെൽഫി ക്യാമറ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ വീഡിയോസിൻ്റെ സാമ്പിൾസ് നമുക്കിവിടെ നോക്കാം. കുറേ ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഇവിടെ കാണാം, പക്ഷേ ഒറ്റൊരു ഓപ്ഷനിലേ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. ഒരു ഫോട്ടോ ഓപ്ഷനിൽ മാത്രം, വേറെ ഒന്നും ഇല്ല ഇതിൽ. പോർട്രേറ്റ് പോലും കിട്ടുന്നില്ല. അപ്പോൾ ഫോട്ടോയുടെ ക്വാളിറ്റി ഒക്കെ ഇവിടെ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് ഫോട്ടോസിന്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ തന്നെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഫുൾ HDയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. വീഡിയോൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അൾട്രാ വൈഡ് ക്യാമറ ഒന്നും ഇതിൽ വരുന്നില്ല, അതുകൊണ്ട് തന്നെ അത്ര വൈഡായിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒന്നും ഇതിൽ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നുമില്ല. അപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ഇതിൽ കാണാം, വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു ആവറേജ് ക്വാളിറ്റി നമുക്ക് ഈ ഒരു വീഡിയോക്ക് കിട്ടുന്നുണ്ട്. സ്റ്റെബിലൈസേഷൻ ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരുന്നു വീഡിയോ. നടക്കുമ്പോൾ ഈ ഒരു ഷേക്കൊക്കെ പോയി കിട്ടിയത്. $10x വരെ ഡിജിറ്റൽ സൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. സെൽഫി ക്യാമറയിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. അതുപോലെ പോർട്രേറ്റ് ഓപ്ഷൻ വരുന്നത് കൊണ്ട് നമുക്ക് ബ്ലറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് സെൽഫി ക്യാമറ. സെൽഫി ക്യാമറയിൽ എടുക്കാൻ പറ്റുന്ന വീഡിയോൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഫുൾ HDയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലാണ്. ഇതിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. അപ്പം അതിനുള്ളൊരു ഷേക്കും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ചെറിയ രീതിയിലുള്ള മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സൂര്യനൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ലൈറ്റ് കുറവാണ്. അപ്പോൾ നല്ല ലൈറ്റുള്ള സ്ഥലത്തു നിന്ന് നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട്. ലൈറ്റ് കുറഞ്ഞിടത്തു നിന്ന് കുറച്ചൊരു ഡാർക്ക് പോലെയാണ് തോന്നുന്നത്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു നാച്ചുറൽ കളർ പോലൊക്കെയാണ് ഈ വീഡിയോ കിട്ടുന്നത്. ഗ്രീനൊക്കെ കറക്റ്റ് ഗ്രീന് പോലൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ഓവർ വൈറ്റ്നസ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി ഫോണിൽ വരുന്ന കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സ്ക്രീൻ റെക്കോർഡിങ്, സ്ക്രീൻ മിററിങ്, വൈഫൈയിൽ ഹോട്ട്സ്പോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ NFC വരുന്നുണ്ട്. പിന്നെ ലിങ്ക് ബൂമിംഗ് എന്നുള്ള ഓപ്ഷനും വരുന്നുണ്ട്. കുറേ 5G നെറ്റ്വർക്ക് ഉണ്ടാകുന്ന സമയത്ത് ഏതാണോ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള 5G നെറ്റ്വർക്ക് അത് സെലക്ട് ചെയ്തെടുക്കും. അതിനാണ് ലിങ്ക് ബൂമിംഗ് എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ. ഇനി ഫോണിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഫേസ് ലോക്കാണ് സെക്യൂരിറ്റി ലോക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്ര സ്പീഡ് ഉണ്ടെന്ന്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ പെട്ടെന്ന് തന്നെ സെൻസ് ആവുന്നുണ്ട്. ജസ്റ്റ് ഫിംഗർ ടച്ച് ആകുമ്പോൾ തന്നെ സെൻസ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ആവറേജ് സ്പീഡിലാണ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വർക്ക് ആവുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫേസ് ലോക്ക് നോക്കുന്ന സമയത്ത് അത്ര ഒരു സ്പീഡില്ല, ഒരു നോർമൽ സ്പീഡിലേ വർക്ക് ആവുന്നുള്ളൂ, വലിയ സ്പീഡില്ല. ഇനി ഫോണിൽ സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. അപ്പോൾ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം എത്രമാത്രം ലൗഡ് ഉണ്ട് എന്ന്. അപ്പോൾ സൗണ്ട് കേട്ട സമയത്ത് മനസ്സിലായിട്ടുണ്ടാവും, നല്ല ലൗഡായിട്ടുള്ള സൗണ്ട്, നല്ല ക്ലിയർ ആയിട്ടുള്ള സൗണ്ട് തന്നെ കിട്ടുന്നുണ്ട്. നോർമലി നമ്മളൊരു ഫോണിൽ 100% വോളിയാണ് കിട്ടുന്നത്, പക്ഷേ ഇതിൽ നമുക്ക് 300% വോളിയോ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ലൗഡായിട്ടുള്ള സൗണ്ട് കിട്ടുന്നുണ്ട്. ഇനി ഫോണിൽ 5100 mAh ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ ബോക്സിൽ 45 വാട്ടിൻ്റെ സൂപ്പർ വോക്ക് ഫ്ലാഷ് ചാർജറും കൊടുത്തിട്ടുണ്ട്. 0 to 100% വരെ ചാർജ് ആവാൻ എടുക്കുന്ന ടൈം 1 മണിക്കൂറും 5 മിനിറ്റാണ്. 4 വർഷത്തെ ഡ്യൂറബിലിറ്റിയും ബാറ്ററിക്ക് ഓപ്പോ പറയുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു പ്രൈസിന് വെർത്തായിട്ടുള്ള ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടിയിട്ട് ഒന്നും കൂടെ പ്രൈസ് കുറയുന്നതാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഫംഗ്ഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കി വന്ന ഫോണാണെന്ന് നമുക്ക് പറയാം. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രോസസ്സറാണ് വരുന്നത്, 6GB RAM 128GB ആണ് കിട്ടുന്നത്. അതുപോലെ സൗണ്ട് ക്വാളിറ്റിയും ബാറ്ററി സൈഡും ചാർജിങ് സൈഡൊക്കെ തന്നെ അടിപൊളിയാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടച്ച് പെർഫോമൻസ് വെള്ളമായാലും പോലും ഒരു കുഴപ്പമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ടച്ച് വർക്ക് ആവുന്നുണ്ട്. പിന്നെ അൺബ്രേക്കബിൾ ആയിട്ടുള്ള ഫോണാണ്, സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ഫോണാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം HD+ ഡിസ്പ്ലേ കിട്ടുന്നുള്ളൂ. ഫുൾ HD കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരുന്നു. പിന്നെ എല്ലാം തന്നെ ഇതിൽ ഇൻക്ലൂഡ് ആക്കി വരുന്ന സമയത്ത് ഈ ഒരു പ്രൈസിൽ എന്തായാലും ഈ ഒരു ഫോൺ കിട്ടൂല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാം. ഈ ഒരു ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.